അല്ല വക്കീലെ, എന്താ എവിടെ വിളിക്കുങ്ങള്? ആ സന്തോഷ വാർത്ത എവിടെയാണ്? അവരെവിടെ? ആരൊക്കെയാണ്? മുബഷിറ മുന്നോട്ട് വരാം. ഇത് വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. സത്യത്തിൽ ഇതൊരു ഹിൽ സ്റ്റേഷൻ പോലെയാണ്, പക്ഷെ ഇതൊരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഷീ ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നിന്നും ഈ വർഷം എന്താ പറയുക, ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾക്ക് ഈ വർഷം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലേ? തീർച്ചയായും മുബഷിറ വരും. നല്ലൊരു കയ്യടി കൊടുക്കാം മുബഷിറക്ക്. മുബഷിറ, അപ്പോൾ മുബഷിറ എന്ന് പറയും നമ്മുടെ നാട്ടുകാരത്തി കേട്ടോ. നാട്ടുകാരത്തി മുബഷിറക്ക് ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനിൽ എത്ര റാങ്ക്? ഓൾ ഇന്ത്യ 2066. മാർക്ക് എത്രയാണ്? മാർക്ക് 642. 642 മാർക്കിൽ അല്ലേ? അതല്ലേ പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് തന്നെ തൊട്ടടുത്ത് കിട്ടും ഞങ്ങളെ നാട്ടുകാർ. പക്ഷെ ഞാനുള്ളത് ഇവിടെ കൊടുവള്ളിയിലെ ഷെയ്ക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷെയ്ക്ക അക്കാദമിയാണ്. ഒരുപാട് ബ്രില്യൻ്റായ സ്റ്റുഡൻസ് +1 +2 ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. എൻട്രൻസ് JEE നീറ്റിന് ഏറ്റവും മികച്ച കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനം കൂടെ കേട്ടോ. എന്താ പേര്? മാർക്ക് എത്രയായിരുന്നു? 573. ഓക്കെ, സന്തോഷം. കൊടുക്കി. ഇത് അഡ്വക്കേറ്റ് ഉബൈദ് സഖാഫിയാണ്, ഇതിൻ്റെ MD ആണ്. ഒന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച്. നമ്മുടേത് ഒരു നമ്പർ 1 ഒരു ഷീ ക്യാമ്പസ് ആണ്, ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണത്. നിലവിൽ ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജ്, അതുപോലെ മഞ്ചേരി, തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജിലും നമ്മുടെ കുട്ടികൾ MBBS ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ജിപ്മറിലടക്കം നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ നീറ്റ് കിട്ടാത്തവരുണ്ടാവല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവും. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ ഈ പറയപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെയും നഴ്സിംഗ്, ഫാർമസി, കീമിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം 198ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയപ്പെട്ട കോഴ്സുകളിൽ നഴ്സിംഗ്, ഫാർമസി, ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ JEE എക്സാമിൽ 3 പേർക്ക് JEE കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഷീ ക്യാമ്പസാണ് അക്കാദമി എന്ന് പറയുന്നത്. ഓക്കെ, അടിപൊളി. ഇപ്പോൾ ഈ ഡ്രസ്സ് ഡ്രസ്സ് കമ്പൽസറി ഒന്നുമല്ല. നിക്കാബ് ഇടുന്നവരുണ്ട്, നിക്കാബ് ഇടാത്തവരുണ്ട്. അത് നമ്മൾ നിക്കാബ് ഇടണമെന്ന് പറയലൊന്നുമില്ല, അത് their own choice ആണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? വലിയ പരസ്യങ്ങളൊന്നും നമുക്കില്ല. നല്ല ഒരു വളരെ കാമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം, അതേപോലെ കുട്ടികൾക്ക് ഒരു സമയനഷ്ടമില്ലാത്ത രൂപത്തിൽ ഈ സ്ഥാപനവും അതിൻ്റെ അടുത്ത് തന്നെ ഹോസ്റ്റലും, വളരെ മികച്ച ഫാക്കൽറ്റീസും, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റീസ്, അതേപോലെ നല്ല ഒരു മെറ്റീരിയൽ സിസ്റ്റം, പിന്നെ എക്സാം സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചത് അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഈ വർഷം പുതുതായിട്ട് വരുന്നുണ്ട്. ബാക്കി ഇങ്ങനെ മനോഹരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നല്ല താമസിക്കുന്ന സ്ഥലം നല്ലതാണ്, ക്ലാസ് റൂം അടിപൊളിയാണ്, ടീച്ചേഴ്സ് ടോപ്പാണ്, സ്റ്റുഡൻസ് അതിനേക്കാളും ഉഷാറാണ്. ഇതിലൊരു ഹാപ്പി എന്താ പറയുക, എന്നെ വിളിച്ചത് ഇദ്ദേഹമാണ്, ഇബ്രാഹിംക്കാണ് എന്നെ വിളിച്ചത്. തിരൂർ പൊന്മുണ്ടത്താണ്. ഇദ്ദേഹം എന്നോട് ഇപ്പോൾ ഒരു മാസം മുന്നേ പറഞ്ഞിട്ടുണ്ട്, മാഷേ ഇങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ട്, എന്തായാലും പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പാരൻ്റ് ഇത്ര ധൈര്യസമേതം പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ക്യാമ്പസ് തന്നെ ആയിരിക്കുമല്ലോ. എന്തെങ്കിലും ഇത്ര കുട്ടിക്ക് 642 എന്ത് തോന്നുന്നു? സന്തോഷം? അതല്ല, ഇവിടെ പഠിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം, മാർക്ക് കിട്ടിയ സന്തോഷമുണ്ട്. ഇപ്പം ഞാനാണ് അവളെക്കാളും വിജയിച്ചിട്ടുള്ളത്. ഇവിടെ അവിടെ എത്തിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഞാൻ വേറെ നമ്മളെ ചുറ്റുപാടത്ത് 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ്. കുട്ടി +1 +2 തന്നെയാണ്. 3 വർഷം. താങ്കൾ രക്ഷിതാക്കൾക്ക് ഹാപ്പിയാണ്? അൽഹംദുലില്ലാ. എല്ലാ കാര്യത്തിലും, മതപരമായിട്ടുള്ള ചിട്ടവട്ടത്തിലുള്ള പെരുമാറ്റത്തിലും എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ്. ഉസ്താദിന്റെ ഇടപെടലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വക്കീലിന്റെ ഇടപെടൽ, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്. അവളോട് തന്നെ ചോദിച്ചാൽ അറിയാം, അവളാണ് പഠിക്കുന്നത്. എല്ലാ ടീച്ചർമാരെ പറ്റി ഏറ്റവും നല്ല അഭിപ്രായമാണ്. അങ്ങനത്തെ ഒരു ക്യാമ്പസ് കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്. സന്തോഷം. ഞങ്ങൾ പൊന്മുണ്ടത്തല്ലേ? പൊന്മുണ്ടത്താട്ടോ, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ്. കോട്ടക്കൽ വൈലത്തൂരാണുള്ളത്. സന്തോഷം. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. കാരണം അത്രക്കും സന്തോഷം എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഹോസ്റ്റലായാലും എല്ലാം കംഫർട്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുക എന്നുള്ള യാതൊരു ഫീലും ഇല്ല. ഇവിടെ വന്നാൽ ഇവിടുന്ന് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അത്രക്കും. പിന്നെ ആണല്ലേ, ഇവിടെ വരാൻ ഇഷ്ടമാണ്. അതെന്തുകൊണ്ട്? ഈ ഒരു അറ്റ്മോസ്ഫിയറും ടീച്ചേഴ്സ് നല്ലതാ. മെന്റേഴ്സ് എങ്ങനെയുണ്ട്? മെന്റേഴ്സ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി പറയാം, എന്തുണ്ടെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കും. എന്താ മോളെ, എങ്ങനെ എന്ത് തോന്നുന്നു? ക്യാമ്പസ് എങ്ങനെയുണ്ട്? വളരെ ഉഷാറാണ്. ക്ലാസ്സും കാര്യങ്ങളാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഓക്കെയാണ്.
പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ തന്നെ ആയിരുന്നു? അല്ല, റിപ്പീറ്റിന് ഇവിടെ വന്നാണ് അല്ലേ? വീട് എവിടെ? കോട്ടക്കൽ. ഇത് കോട്ടക്കൽ എൻ്റെ നാട്ടുകാരിയാട്ടോ. കോട്ടക്കൽ ആട്ടീരിയിലാണ് ഈ കുട്ടി. പിന്നെ ഹാപ്പിയാണ്, സന്തോഷം. യു ആർ ഫ്രം UP. ഉത്തർപ്രദേശ്. യുവർ നെയിം? Arshi Saif. ഹൗ ഈസ് ദിസ് ക്യാമ്പസ്? It's really nice. Faculties are very supporting. Yeah, they are. കാശ്മീർന്നും കുട്ടികളുണ്ട്. ആരാണ്? യു ആർ ഫ്രം? Kashmir. യു ലൈക്ക് ദ ക്യാമ്പസ്? Yeah. യെസ്. നമ്മളെ പിന്നെ വീട് എവിടെ? Kollam. കൊല്ലത്താണ്. പിന്നെ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് പ്ലസ് വൺ പ്ലസ് വൺ. എന്താണ് ഇവിടുത്തെ കോച്ചിങ് രീതി? എങ്ങനെയുണ്ട്? ഹാപ്പി ആണോ? ഫസ്റ്റ് വരുന്ന ടൈമിൽ ഇസ്ലാമിക് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് താല്പര്യം, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഞാൻ പഠിക്കാൻ അങ്ങനെ വീട്ടിലങ്ങനെ പഠിക്കാൻ സമയം നമ്മൾ ഒരു കല്യാണം വരുമ്പോൾ അങ്ങോട്ടും ഇവിടെ നമ്മൾ കറക്റ്റ് ടൈമിൽ പഠിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് പഠിപ്പിക്കും. ഇനിയിപ്പോൾ രക്ഷിതാക്കൾ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് പൊളിയാണല്ലേ? ഓക്കെ. റംല മിസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മുടെ ക്യാമ്പസ് അടിപൊളിയാട്ടോ. ആളെ പരിചയപ്പെടുത്താം. ഈ ഷെയ്ക്ക എന്ന ഈ സ്ഥാപനത്തിലെ പിന്നെ അക്കാദമിക് കോർഡിനേറ്ററാണ്, അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റാണ്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്? പൊതുവേ പ്ലസ് വൺ പ്ലസ് ടു റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ സംവിധാനം, ടെൻഷൻ കുറക്കണ ആളാങ്ങൾ ടെൻഷൻ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു കുട്ടിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് എന്തോ ടെൻഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓലൊന്ന് റിലാക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ സംസാരിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ റെഡിയാവും. മാഷാഅല്ലാ, അങ്ങനെ റെഡി ആവാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നവരെ നോക്കുമല്ലോ. ഓ അൽഹംദുലില്ലാ. പിന്നെ ഇവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവില്ല? 24 hours ഇവിടെ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ സേവനമുണ്ട്. എങ്ങനെയുണ്ട് സ്ഥാപനം? സ്ഥാപനമൊക്കെ അൽഹംദുലില്ലാ ചേർക്കട്ടെ? ധൈര്യമായിട്ട് ചേർക്കാം. അതെന്തുകൊണ്ടാ നമ്മൾ അത്രയും കോൺഫിഡൻസ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത്രയും എല്ലാ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാവരും നല്ല ഹൈലി വർക്ക് തന്നെ പറയാം. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. ഭയങ്കര കമ്മിറ്റഡ് ആണ് സാറുമാരൊക്കെ. പിന്നെ ഹോസ്റ്റൽ അടുത്ത് തന്നെയാണ്. അതേപോലെ ഫുഡാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഓൾക്ക് എവിടെ ഇരുന്നിട്ടും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇനിയിപ്പോൾ രാത്രി ഓല് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്യാലറിയിലൊക്കെ ഇരുന്ന് പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാഷാഅല്ലാ നമ്മൾ വിടാറുണ്ട്. ഒരു 54 CCTV ക്യാമറകളുണ്ട്. വളരെ സന്തോഷം. ഈ ഒരു കൊടുവള്ളിയിലെ എക്സാക്ട് ലൊക്കേഷൻ ഏതാ വരുന്നത്? കൊടുവള്ളി വാവാട് എന്ന സ്ഥലത്താണ്. നിങ്ങളെ മക്കളെ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ റിപ്പീറ്റ് എൻട്രൻസ് പിന്നെ നീറ്റാണെങ്കിലും JEE ആണെങ്കിലും ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് അതിനേക്കാളും നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അധ്യാപകർ, നല്ല അന്തരീക്ഷത്തിൽ പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കുട്ടികളായി വളർത്തുക. അവർ പിന്നെ ഒരുപാട് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ അറിയിക്കാൻ വൈകി അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ വൈകിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബാക്കിയൊക്കെ നോക്കൂലേ? സാറ് നോക്കൂലേ? നല്ല കുട്ടികൾ ധൈര്യസമേതം അഡ്മിഷൻ എടുത്തോട്ടെ. തീർച്ചയായും. പൊതുവേ പിന്നെന്തേലും പറയാനുണ്ടോ സാറിന്? അതായത് ഇപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ ടോപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് 642 കിട്ടിയ ഖദീജ മുബഷിറ. ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രത്യേകത, സ്റ്റുഡൻറ്റ് പ്ലസ് വണ്ണും പ്ലസ് ടുവും ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചു. ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വേറെ ഒരു സ്ഥാപനത്തിൻ്റെയും ഓൺലൈൻ ബേസോ ഒന്നും നേടാതെ നമ്മളെ സ്വന്തം ഷെയ്ക്കയുടെ ഒരു പ്രൊഡക്റ്റായിട്ട് റിസൾട്ടിലേക്ക് എത്തി. ഷെയ്ക്കയുടെ സ്വന്തം മെറ്റീരിയലും അതേപോലെ ഫാക്കൽറ്റീസും കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് ഷെയ്ക്കൊക്കെ മാത്രം അവകാശപ്പെടാൻ പറ്റിയ നല്ലൊരു റിസൾട്ട് ആണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് സാറെ സ്റ്റുഡൻ്റ് റഹിയ ഉണ്ടല്ലോ, അവർ 685 മാർക്ക് വാങ്ങിയിട്ടുണ്ട് NUJUവിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ജിപ്മർ അഡ്മിഷൻ നമ്മളെ ഒരു നല്ലൊരു റിസൾട്ടായിരുന്നു. അങ്ങനെ നല്ല റിസൾട്ടുകൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം അഡ്മിഷൻ എടുക്കുക. നല്ലൊരു ക്യാമ്പസ് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ വെറും ഒരു ക്യാമ്പസ് അല്ല, ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ റിസൾട്ട് ആഗ്രഹിക്കുന്നവർക്ക്